കോട്ടയം പൂവത്തുംമുട്ടിൽ അധ്യാപികയായ ഭാര്യയെ സ്കൂളിനുള്ളിൽ കയറി ഭർത്താവ് ആക്രമിച്ചു. കഴുത്തിന് വെട്ടേറ്റ അധ്യാപിക ഡോണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണത്തിന് ശേഷം ഭർത്താവ് കൊച്ചുമോൻ ഓടി രക്ഷപ്പെട്ടു. പൂവത്തുംമൂട് ഗവൺമെന്റ് LP സ്കൂളിലെ ഓഫീസ് മുറിയിൽ വെച്ചാണ് സംഭവം. കുടുംബ വഴക്കിനെ തുടർന്ന് കുറച്ച് നാളുകളായി ഇരുവരും പിരിഞ്ഞു കഴിയുകയായിരുന്നു. രാവിലെ 9:30 ഒരു പ്രാവശ്യം ഇവിടെ വന്നായിരുന്നു. അന്നേരം ഞാൻ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ വന്നില്ല എന്ന് പറഞ്ഞു. എന്തിനാ വന്നതെന്ന് ചോദിച്ചപ്പം ഒരു പുസ്തകം കൊടുക്കാനാന്ന് പറഞ്ഞു. അപ്പോൾ പുസ്തകം ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞപ്പം അല്ല ഞാൻ കൊടുത്തോളാമെന്ന് പറഞ്ഞപ്പം വേണ്ട ഞാൻ തന്നെ കൊടുത്തോളാമെന്ന് പുള്ളിക്കാരൻ പറഞ്ഞ് അങ്ങനെ ഇറങ്ങിപ്പോയി. അങ്ങ് പെട്ടെന്ന് തന്നെ അങ്ങ് പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ 10:45 ഇവിടെ വരുന്നത്. അത് വരുന്ന ഞാൻ കണ്ടില്ല. ഞാൻ ഓഫീസിലില്ലായിരുന്നു. ഞാൻ ആ പ്രീ പ്രൈമറി പിള്ളേരുടെ അടുത്ത് പോയിരിക്കുമായിരുന്നു. അപ്പോൾ തിരിച്ചിതെല്ലാം കഴിഞ്ഞു വേളം കേട്ടു ഇവിടെ വരുമ്പോഴാണ് ഞാനിത് കാണുന്നത്. അപ്പോൾ ക്ലാസ് മുറിയിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് ഇങ്ങോട്ട് വന്ന് ഇവിടെ വെച്ചാൽ ചെയ്തത്. പുസ്തകത്തിന്റെ അകത്ത് ആയിരിക്കും, നമുക്കറിയത്തില്ല. പുസ്തകത്തിന്റെ അകത്ത് ആയിരിക്കണം. പുസ്തകം കയ്യിലുണ്ടായിരുന്നു വരുമ്പോഴും. രണ്ടാമത് വരും ഞാൻ അത് കണ്ടില്ല. പക്ഷെ അങ്ങനെ പുസ്തകം കൊണ്ടാ വന്നേന്ന്. ഇപ്പൊ ഇതിന്റെ അകത്ത് ഇവിടെ അകത്ത് വെച്ചാണ് ചെയ്യുക. അപ്പം ടീച്ചർ പിന്നെ കാറിക്കൊണ്ട് വരുമ്പോഴാണ് എല്ലാവരും കാണുന്നത്. പുള്ളിക്കാരൻ വന്ന് വിളിച്ച് എന്തെങ്കിലും പറയാനാന്നല്ല വിചാരിക്കും. ഇവിടെ വേണമെങ്കിൽ താമസിക്കാൻ നമ്മൾ ഒത്തിരി നാളായതല്ലേ. അന്നേരം എന്തിനേലും ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പൊ ടീച്ചർ ഓഫീസിലോട്ടായിരിക്കും കയറി പോകുന്നത്. അന്നേരം അങ്ങനെ ഇവിടെ വെച്ചാണ് ചെയ്തത്. വേദന എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ കാര്യം വർത്താനം പറയുന്നുണ്ട്. അല്ലാതെ വേറെ കൂടുതലൊന്നും പറഞ്ഞില്ല. പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഓട്ടം വിളിച്ച് പോയി. ഇപ്പൊ ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞാൽ ഞങ്ങൾ കൊണ്ടുപോകായിരുന്നു. വേദന എടുത്ത് ഇങ്ങനെ കുറയുമല്ലേ. അല്ലാതെ തലകറവും അങ്ങനെയൊന്നും ചെയ്തു. അവിടെ ഇങ്ങനെ ബ്ലഡ് പോകുന്നത് കണ്ടല്ല. നമ്മുടെ പുറകെ താമസിക്കുന്ന ഹിന്ദിക്കാരാണ് കണ്ടോണ്ടിരിക്കുന്നത്. അപ്പം പുള്ളിക്കാരത്തെ അത് കണ്ടോണ്ടാണ് അവിടെ നിങ്ങൾ ഓടി വന്നു കഴിഞ്ഞപ്പോൾ വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന് ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഒരു സ്കൂളിനുള്ളിൽ വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ അധ്യാപികയായ ഡോണിയെയും ഭർത്താവ് കൊച്ചുമോനും കുറച്ച് നാളുകളായി കുടുംബ പ്രശ്നത്തെ തുടർന്ന് അകന്നു കഴിയുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്താണ് പെട്ടെന്നുള്ള ഈ പ്രകോപനത്തിന് കാരണം? എപ്പോഴായിരുന്നു സംഭവം? പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണം എന്ത് എന്നുള്ളത് അറിയാൻ കൊച്ചുമോനെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ വരെ അതുണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. ഇയാൾ നിരന്തരം മർദ്ദിച്ചിരുന്ന ആളാണ്. അതുകൊണ്ട് പെട്ടെന്നുള്ളൊരു പ്രകോപനത്തിൽ മാത്രമല്ല, അയാൾക്ക് തോന്നുമ്പോഴൊക്കെ ഭാര്യയെ മർദ്ദിച്ചിരുന്ന ആളാണ്. തുടർന്നാണ് ഈ ഭാര്യ ഡോണിയ ഇവിടെ നിന്ന് മാറി താമസിക്കുന്ന സ്ഥിതി ഉണ്ടായത്. ഏറ്റുമാനൂരിലെ ഒരു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലായിരുന്നു ഡോണിയ കുറച്ചു കാലമായി താമസിച്ചുകൊണ്ടിരുന്നത്. ഇരുവരും തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങളിൽ പലതവണ മർദ്ദനമുണ്ടാകുകയും മണ്ണർകാട് പോലീസിൽ പരാതിപ്പെടുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയൊക്കെ ചെയ്തതാണ്. പിന്നീടും അതിനുശേഷവും ഒരുമിച്ച് താമസിച്ചിരുന്നു. പക്ഷെ പിന്നെയും മർദ്ദനം നടത്തി എന്നുള്ളതാണ്. പരപുരുഷ ബന്ധമൊക്കെ ആരോപിച്ചുകൊണ്ടാണ് ഈ കൊച്ചുമോൻ ഡോണിയയ്ക്കെതിരെ ഈ അതിക്രമങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്ന് രാവിലെ ഏതാണ്ട് 9:30 ആദ്യഘട്ടത്തിൽ ഈ സ്കൂളിലെത്തി. പക്ഷേ അധ്യാപിക എത്തിയിരുന്നില്ല എന്നറിഞ്ഞതോടെ പോയ ശേഷം വീണ്ടും ഇയാൾ മടങ്ങി വരികയായിരുന്നു. അങ്ങനെയാണ് രാവിലെ 10:30 ഈ സംഭവം ഉണ്ടാകുന്നത്. ഓഫീസ് മുറിയിൽ വെച്ചാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അധികം ആളുകൾ ഒന്നും ദൃക്സാക്ഷികളായി ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഒരു LP സ്കൂളാണ്. അതുകൊണ്ട് തന്നെ മറ്റ് ടീച്ചർമാരൊക്കെ മറ്റ് ക്ലാസ് മുറികളിലായിരുന്നു. തൊട്ട് പിന്നിൽ താമസിച്ചിരുന്ന ആളുകളാണ് ഇത് കണ്ടിട്ടുള്ളത്. എന്തായാലും ഒരു കാര്യം ആശ്വാസകരമായിട്ടുള്ളത്, നിലവിൽ ഇവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ്. ഒരു തവണ ഇങ്ങനെ മുറിവേൽപ്പിച്ചപ്പോൾ തന്നെ ഇവരെതിർക്കുകയും ബഹളം വെക്കുകയും ചെയ്തതോടെ ഇയാൾ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. ഒരു പുസ്തകം കൊടുക്കണം എന്ന നിലയിലാണ് ഇയാൾ ആദ്യം എത്തുന്നത്. ആദ്യം മറ്റുള്ള അധ്യാപകരുടെ ചോദിച്ച സമയത്ത് ഞങ്ങൾ കൊടുത്താൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ തന്നെ കൊടുത്തോളാം എന്ന് പറഞ്ഞു വന്നു. കത്തി എങ്ങനെയാണ് കൊണ്ടുവന്നത് എന്നുള്ളത് വ്യക്തമല്ല. ഒരുപക്ഷെ പുസ്തകത്തിൽ വെച്ച് ഒളിപ്പിച്ചു കൊണ്ടുവന്നതാണോ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ നിലവിൽ എന്തായാലും വ്യക്തമല്ല. കോട്ടയം തെള്ളകത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ഡോണിയ ഇപ്പോൾ കഴിയുന്നത്. അവരുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒരുപക്ഷെ വീടിനുള്ളിൽ നടക്കുന്ന ഈ അധ്യാപികയെ കൊലപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി ആയിരുന്നോ ഭർത്താവ് സ്കൂളിലെത്തിയത്? ഈ സ്കൂളിലെ വിദ്യാർത്ഥികളുടെയൊക്കെ കൺമുന്നിൽ വെച്ചാണോ ഈ ദാരുണമായ സംഭവം ഉണ്ടായത്? ടോമാതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു. ഇതിന് അധികം ദൃക്സാക്ഷികളൊന്നുമില്ല. പ്രത്യേകിച്ച് ഓഫീസ് മുറിയിൽ വെച്ചാണ് ഇയാൾ വന്നതോടുകൂടി ഇയാൾ വന്നു എന്ന് അറിഞ്ഞ് അധ്യാപിക ഓഫീസ് മുറിയിലേക്ക് എത്തിയതാകാം എന്നുള്ള നിഗമനമാണ് ഇപ്പോൾ ഉള്ളത്.
കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം തീർച്ചയായും ഈ പ്രതിക്കുണ്ട് എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ കരുതേണ്ടി വരും. കാരണം കഴുത്തിനാണ് മുറിവേൽപ്പിച്ചത്. അത് മുറിവേൽപ്പിച്ചു ആദ്യ ഘട്ടത്തിൽ തന്നെ ബഹളം ഉണ്ടായതോടുകൂടി ഇയാൾ പെട്ടെന്ന് പരിഭ്രാന്തനായി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ മുറിവിൽ നിന്ന് ചോര വീണ് നിലത്ത്, ഓഫീസ് റൂമിൽ നിലത്തൊക്കെ വീണ് കിടക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കൃത്യമായി പറഞ്ഞാൽ ഒരു വധശ്രമം തന്നെയാണ് നടന്നത് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. പക്ഷെ അതിഗുരുതരമായ പരിക്കിലേക്ക്, തുടർച്ചയായ കുത്തുകളിലേക്കൊന്നും പോയില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ കൊച്ചുമോനെ തേടി പോലീസ് ഇറങ്ങിയിട്ടുണ്ട്. ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിയെ പിടികൂടാനുള്ള ഊർജിതമായ ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. ഇയാളുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നത് സംബന്ധിച്ച്, അതെങ്ങനെ നടപ്പാക്കാനായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള അതെല്ലാം പോലീസ് ഇനി ഈ കൊച്ചുമോനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിലൂടെ മാത്രമേ അത്തരം വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ. നിരന്തര മർദ്ദനത്തിനിരയായിരുന്നു ഈ ഡോണിയ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെയാണ് അവർ ഒരുപക്ഷെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എന്ന നിലയിൽ മറ്റൊരു വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലിലേക്ക് താമസം മാറുകയും അവിടെ നിന്ന് ഈ സ്കൂളിലേക്ക് പോയി വരികയൊക്കെ ചെയ്യുന്ന നിലയുണ്ടായത്. നിലവിൽ എന്തായാലും പ്രതിയെ പിടികൂടുക എന്നുള്ള ലക്ഷ്യമാണ് പോലീസിനെ സംബന്ധിച്ചുള്ളത്. അതിനുവേണ്ടി ഊർജിതമായ തിരച്ചിൽ പോലീസ് നടത്തി വരുന്നുണ്ട്. ഇയാൾ എത്താൻ സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം പതിവായി ആക്രമണത്തിനിരയാകുന്നു, ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ശ്രീജിത്ത്, ഇയാളൊരു ലഹരിക്കടിമയായിരുന്നു അല്ലെങ്കിൽ സ്ഥിര മദ്യപാനിയായിരുന്നു. എന്താണ് ഇരുവരും തമ്മിലുള്ള ഈ കുടുംബ പ്രശ്നത്തിന് കാരണമായത്? ലഹരി എന്നുള്ളതിനപ്പുറത്തേക്ക് ഇയാൾ പരപുരുഷ ബന്ധം ആരോപിച്ചുകൊണ്ടാണ് ഭാര്യയെ നിരന്തരം ക്രൂരമായി മർദ്ദിച്ചിരുന്നത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഡോണിയുടെ മൊഴിയും മറ്റും കൂടുതലായി ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ അവരുടെ ആശുപത്രിയിൽ അയാളുടെ ചികിത്സയിലുള്ളത്. പോലീസ് അവിടെ എത്തി വിശദമായ മൊഴി രേഖപ്പെടുത്തി ശേഷമായിരിക്കും തുടർ നടപടികൾ അക്കാര്യത്തിൽ ഉണ്ടാകുക. പരപുരുഷ ബന്ധം ആരോപിച്ച് തന്നെയാണ് നിരന്തരം മർദ്ദനം ഉണ്ടായിരുന്നത്. കോട്ടയം ജംഗ്ഷൻ നഗരത്തിന് സമീപമുള്ള മോസ്കോ കവല, ഇതിന് കുറച്ചടുത്തുള്ള മോസ്കോ കവലയിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. പല ഘട്ടത്തിൽ പോലീസിൽ തർക്കങ്ങളൊക്കെ എത്തിയിരുന്നതാണ്. മണർകാട് പോലീസിലാണ് ആ ഘട്ടത്തിൽ പരാതി നൽകിയത്. ആ പരാതിയിൽ പിന്നീടൊരു ഒത്തുതീർപ്പൊക്കെ ഉണ്ടായി. വീണ്ടും താമസിക്കാൻ തുടങ്ങിയ ശേഷവും മർദ്ദനമുണ്ടായി. അതായത് പോലീസിലേക്ക് ചെന്നാലും ഇത് ഒന്നിച്ചു പോകുന്നില്ല, മർദ്ദനമുണ്ടാകുന്നു എന്ന് കണ്ടതോടെയാണ് ഡോണിയ ആ വീട്ടിൽ നിന്ന് തന്നെ താമസം മാറി സ്വസ്ഥമായ ഒരു ജീവിതത്തിന് ആഗ്രഹിച്ചത്. അങ്ങനെയാണ് ഏറ്റുമാനൂരിലെ ഈ വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലിലേക്ക് താമസം മാറ്റുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ മാറ്റി അവിടെ നിന്ന് പോയി വരികയായിരുന്നു. അവിടെ നിന്ന് പോയി വരുന്നതിനിടെയാണ് ഈ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ എത്തിയത്. ഒരു സ്കൂള് പോലെ ഒരു സ്ഥലത്തെത്തി ഇങ്ങനൊരു ക്രൂരകൃത്യം കൊച്ചുമോൻ ചെയ്യാൻ തയ്യാറായത് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ കുട്ടികൾ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും സ്കൂള് പോലെ ഒരു സ്ഥലത്ത് വെച്ച് പോലും അയാൾ ഈ സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തുക എന്ന് പറയുമ്പോൾ അത്രത്തോളം മാനസിക നില അയാളുടേത് അങ്ങനെയായിരുന്നു. ക്രൂരത ഉണ്ടായിരുന്ന ഒരു മാനസിക നിലയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എങ്ങനെയും എവിടെ വെച്ചാണെങ്കിലും ഭാര്യയെ കൊലപ്പെടുത്തുക, ഇത് മാത്രമായിരുന്നു അയാളുടെ മനസ്സിൽ. സംശയമാണ് ഇരുവരുടെയും ദാമ്പത്യ ബന്ധത്തെ തിരിച്ചടിയായത്. അതേ തുടർന്നാണ് ഭർത്താവ് അധ്യാപികയെ സ്കൂളിലെത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്.